ഹായ് ഫ്രണ്ട്സ്, ശരിക്കും ഒരു സങ്കടമുള്ള ഒരു ദിവസമാട്ടോ ഇന്ന്. കാരണം ഞാൻ പല വീഡിയോസും യൂട്യൂബിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യണമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ പറഞ്ഞായിരുന്നു യൂട്യൂബ് നോക്കി ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലാണ് ഈ വെള്ളം പൊങ്ങുന്ന സ്ഥലത്ത് ഞാൻ ഓൾറെഡി കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 100 ചുവടോളം ഞാനിവിടെ ഗ്രാഫ്റ്റ് ചെയ്തായിരുന്നു. എല്ലാം നല്ല രീതിയിൽ കിളുത്ത് വന്നു. ഒരെണ്ണം കായ്ക്കണ വീഡിയോ വരെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കുരുമുളക് ആയതുവരെ. അപ്പോൾ അത്ര സന്തോഷത്തോടു കൂടി നമ്മളിത് നോക്കിക്കൊണ്ടിരുന്ന. ഇപ്പം ഇത്തവണ വെള്ളം പൊങ്ങി നമുക്കൊരു 2-3 ദിവസം ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ വെള്ളമായിരുന്നു. വെള്ളം ഇറങ്ങിയതിന് ശേഷം ഞാനിപ്പോൾ വന്നപ്പോൾ നമ്മുടെ കുരുമുളക് കണ്ടപ്പോൾ നമ്മൾ നെഞ്ചു പൊട്ടിപ്പോകുന്നൊരു കാഴ്ചയാണ്. വേറൊന്നുമല്ല, നമ്മൾ അത്രയും ബുദ്ധിമുട്ടി ഇത് ഈ ഒരു പരുവത്തിലാക്കി കഴിഞ്ഞിട്ട് ഇത് നശിച്ചു പോയപ്പോൾ ഭയങ്കര സങ്കടമുണ്ടായി. അപ്പം ഈ ഗ്രാഫ്റ്റ് ചെയ്ത് ബ്രസീലിയൻ കൊളിബ്രിയത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകത്തില്ലെന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യമില്ല. ഇത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് മാത്രമാണെന്നേ പറയുന്നുള്ളൂ. ഞാൻ ഓൾറെഡി നിങ്ങളെ വീഡിയോയിൽ പങ്കുവച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ കയ്യിൽ കുറച്ച് കൊളിബ്രിയം ഉണ്ട്, ഞാനത് ഫ്രീ ആയിട്ട് തരാം, ഞാൻ പൈസക്കല്ല കൊടുക്കുന്നതെന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്കൊരു ബിസിനസ് അല്ലേ, എനിക്ക് കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് ഞാനിത് വീഡിയോസ് കണ്ടിട്ട് പലരെയും വീഡിയോസ് കണ്ട് ഇത് വെള്ളത്തിൽ പോകത്തില്ലെന്നുള്ള ഒരു അഭിപ്രായം കൊണ്ടൊക്കെയാണ് ഇത് നട്ടത്. നേരാണ്, ഞാൻ വെള്ളത്തിൽ കമ്പിട്ട് വെച്ചിട്ട് അത് ചീഞ്ഞൊന്നും പോയിട്ടില്ല, അത് കിളുത്തി വന്നിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ നട്ട് കഴിഞ്ഞ് ഇത്രയും നാൾ 6, 8, 9 മാസമൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ വെള്ളം പൊങ്ങിയപ്പോൾ ഇത് എന്താണ് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. വെള്ളത്തിന് എന്തെങ്കിലും പുളിപ്പുണ്ടോ, അത് എന്തെങ്കിലും പ്രശ്നം പറ്റിയാണോ, ആരെങ്കിലും നശിപ്പിച്ചാണോ ഒന്നും അറിയത്തില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ കുരുമുളകിൻ്റെയൊക്കെ അവസ്ഥ നോക്കിക്കേ. ഇവിടം വരെയും വെള്ളം കയറിയായിരുന്നു. എല്ലാ കുരുമുളകും പോയി. കൊളിബ്രിയം തന്നെ വെള്ളത്തിൽ മൊത്തം വാടി നിൽക്കുക. ഇതെന്താണ് പറ്റിയേക്കണേന്ന് നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അതൊരെണ്ണം പോയിട്ടില്ല, എന്നാലും വാട്ടമുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ വെണ്ടയൊക്കെ നിൽക്കുന്നുണ്ട്, അതിനൊന്നും പറ്റിയിട്ടില്ല. ഇത് കംപ്ലീറ്റ് പോയി, ഇത് പോയി. ഇത് കണ്ടോ, നമ്മൾ കവുങ്ങിലാണ് കയറ്റിയേക്കണത്. കവുങ്ങിന് ഒന്നും യാതൊരു പ്രശ്നമില്ല, കവുങ്ങിനൊന്നും. പക്ഷേ നമ്മുടെ ഈ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്തേക്കണ മൊത്തം പോയേക്കുക, കരിഞ്ഞു. വേണ്ട, എല്ലാം വാടി നിൽക്കുക, മൊത്തം കരിഞ്ഞ് വാടി നിൽക്കുക. കൊളിബ്രിയം വരെ കരിഞ്ഞു പോയി. ഇതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവരൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇതുപോലെ കരിഞ്ഞു പോയെന്നുള്ളത്. ഇപ്പം വർഷങ്ങളായിട്ട് ഇത് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ കുരുമുളകൊക്കെ ഫുള്ള് ടോപ്പിലായിട്ട് അത്രയ്ക്ക് നന്നായിട്ട് നിന്ന കുരുമുളകായത്. അങ്ങനെ അങ്ങോട്ട് ഫുള്ള് കുരുമുളകും ഇതേപോലെ പോയി. എന്നാൽ ഇവിടെ നിൽക്കുന്ന ബാക്കിയുള്ള തെങ്ങിനോ കവുങ്ങിനോ ഒന്നും യാതൊരു പ്രശ്നവും പറ്റിയിട്ടില്ല. നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി വെള്ളത്തിൽ പോകത്തില്ല, കൊളിബ്രിയത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പോകത്തില്ല എന്നുള്ള ധാരണയോടുകൂടിയാണ് ഇത് ഇത്രയും ബുദ്ധിമുട്ടി നമ്മൾ ഈ ഒരു പരുവത്തിലാക്കിയെടുത്തത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് കണ്ടോ, കവുങ്ങിനൊന്നും യാതൊരു കുഴപ്പമില്ല, ഒരു ചെറിയ വാട്ടം പോലും ഇല്ല. ഇതെല്ലാം ഓൾറെഡി വെള്ളത്തിൽ അതിജീവിച്ച് വന്ന കവുങ്ങാണ് ഇതെല്ലാം. വർഷങ്ങളായിട്ട് ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ട് ഇതിൽ വെള്ളം കയറുന്നു ഇറങ്ങുന്നുണ്ട്, പക്ഷേ യാതൊരു പ്രശ്നവും പറ്റാറില്ല ഇതിനൊന്നും. പക്ഷേ ഇതെന്താണ് പറ്റിയെന്നുള്ളത് നമുക്കൊരു യാതൊരു പിടിയും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് കരിഞ്ഞു പോകാനുള്ള കാരണം എന്നുള്ളത്. നമ്മളിവിടെ ഡ്രമ്മിൽ നട്ടേക്കണ കുരുമുളകിനൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കൊളിബ്രിയത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തേക്കണ കുരുമുളക് എല്ലാം ഒരെണ്ണം ഇല്ലാതെ എല്ലാം ഇതേപോലെ വാടി നിൽക്കുവാണ് എല്ലാം. അപ്പോൾ ഇത് എന്താണ് റീസൺ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് കൂടുതൽ ഇതേക്കുറിച്ച് ഗ്രാഹ്യമുള്ള ആൾക്കാരൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. കാരണം നമ്മളിതുപോലെ ഓരോ വീഡിയോസൊക്കെ കണ്ട് അതിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇതെങ്ങനെ അവിടെ കാണാം, അവിടെ മൊത്തം ഞാൻ നട്ടിരുന്നതാണ്. എല്ലാം ഇത് കണ്ടോ കരിഞ്ഞു നിൽക്കുക.
അപ്പോൾ പുതുതായിട്ട് കൃഷിയിലോട്ട് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഇതൊരു വലിയൊരു ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പണിയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ഈ വെള്ളമുള്ള സ്ഥലത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് നട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുള്ള ധാരണയിലാണ് ഞാനും ഇതുപോലെ തുടങ്ങിയത്. അപ്പോൾ ഞാനും ഇതുപോലെ ഒരു ധാരണയിലാണ്, വെള്ളമുള്ള സ്ഥലത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതൊരു പ്രശ്നവും പറ്റിയില്ല. കാരണം നമ്മുടെ വീഡിയോസിൽ ആൾക്കാരെല്ലാം ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെല്ലാവരും ഇതാണ് പറയുന്നത്, കൊളിബ്രത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തു, കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്തു, എത്ര വെള്ളം മുങ്ങിയാലും പോകത്തില്ല. അതിൻ്റെ ബഡിൻ്റെ ലെവലിൽ, അതായത് ബഡല്ല, ഗ്രാഫ്റ്റിൻ്റെ ലെവലിൽ എവിടെയാണ് ഗ്രാഫ്റ്റ് ചെയ്തേക്കണം ആ ലെവലിൽ മുകളിലോട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇത് ചീഞ്ഞ് പോകുന്നുള്ളൂ. പക്ഷേ ആ ലെവലിലൊന്നും ഇവിടെ വെള്ളം വന്നിട്ടില്ല. വെള്ളം ജസ്റ്റ് ഒരടി വെള്ളമൊക്കെ വന്നിട്ടുള്ളൂ. ഞാനൊരു 2 അടി മുകളിൽ 3 അടി മുകളിലൊക്കെ ആയിട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്തേക്കണം. അപ്പോൾ അത്രയും വെള്ളം ഒന്നും വരാത്ത സ്ഥലമാണ്, എന്നിട്ടാണ് ഇത് മൊത്തം പോയത്. അപ്പോൾ ഇത് എന്താണ് റീസൺ എന്നുള്ളത് എനിക്കും അറിയത്തില്ല. അപ്പം എന്താണേലും ഇത് ഭയങ്കര ഒരു നഷ്ടമായിപ്പോയി. നമ്മൾ അത്ര ആഗ്രഹിച്ച് ഇത് ഭയങ്കര എഫേർട്ട് എടുത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് റിസൾട്ട് ഇതുപോലെ ആയപ്പോൾ ഇപ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. നമ്മൾ ഈ കൃഷിയിലോട്ട് ഇറങ്ങുന്ന ആൾക്കാർക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ തിരിച്ചടിയിൽ നമുക്ക് അതിജീവിച്ചല്ലേ പറ്റുള്ളൂ. നമ്മളെന്തായാലും ഇത് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെ പോരായ്മ എന്നാന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ അതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ഇതിൻ്റെ അകത്തുനിന്ന് കമൻറ്റ് അയക്കുകയോ അല്ലെങ്കിൽ എന്താണ് റീസൺ എന്നുള്ളത് ഞാൻ എൻ്റെ നമ്പർ കാണിക്കാം. എന്താണ് റീസൺ എന്നുള്ളത് ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. നമുക്കത് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും കൃഷി ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഡയറി ഫാമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൊരു താല്പര്യത്തോടു കൂടി ചെയ്തതാണ്. ഇത് പ്ലോട്ട് വെറുതെ കിടക്കുന്ന പ്ലോട്ടാണല്ലോ. അപ്പം നമുക്ക് കുരുമുളക് കൃഷി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആയി കിട്ടുമെങ്കിൽ ഒരു വരുമാന മാർഗ്ഗമാണല്ലോ എന്നുള്ള ഒരു ധാരണയിൽ ചെയ്തു.